ഹലോ ഫ്രണ്ട്സ്, ഇതെന്തപ്പോൾ വലിയ ബുക്കൊക്കെ ആയിട്ടെന്നല്ലേ? വേറെ ഒന്നുമല്ല. ക്രിസ്ത്യൻ ആർട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ ഈ പൂക്കളുടെ ശേഖരണം. ഏത് പഠിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ കാണുമല്ലോ, നമുക്ക് ഏത് പറമ്പിൽ കണ്ടതായാലും ഒന്ന് പൊട്ടിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും കട്ടിയുള്ള ബുക്കിൻ്റെ ഇടയിലാണ് ഞാൻ വെക്കാറ്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർക്കിഡിൻ്റെ ഫ്ലവർ വാടി നിലത്ത് വീണതാണ് കിട്ടിയത്. അന്ന് വീണിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഡ്രൈ ആക്കാൻ വെച്ച് നോക്കിയിട്ടോ, എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇത് ഞാൻ വെച്ചിട്ടിപ്പോൾ 3 ദിവസമായിട്ടോ. 3 ദിവസം ആകുമ്പോഴേക്കും കണ്ടില്ലേ, മറ്റേ ഓർക്കിഡൊക്കെ കണ്ടില്ലേ കിടക്കുന്നത്, കളറൊക്കെ ഫെയ്ഡ് ആവുന്നുണ്ട് കേട്ടോ. വാടി വീണ കാരണമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രൈ ആക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ബുക്കിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് അങ്ങോട്ട് കിട്ടത്തില്ല, കളർ പോവും. അപ്പോൾ അടുത്ത പരിപാടി തുടങ്ങി. എന്ത്? ദേ ഫ്രഷ് ഫ്ലവർ അങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് തുണിയുടെ ഇടയിലും വെച്ചിട്ട് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് തേച്ചങ്ങോട്ട് കൊടുത്തു. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് തേച്ചു. ഒരെണ്ണം മറ്റേതെടുത്തിട്ട് ഞാൻ ഒരു കടലാസിൻ്റെ ഇടയിൽ വെച്ചു. എന്നിട്ട് അതിനെ ഒന്ന് അങ്ങോട്ട് നല്ലോണം തേച്ച് കൊടുത്തു. അങ്ങനെ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നല്ല രസമാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് രണ്ടും നല്ല നൈസായിട്ട് തിന്നായിപ്പോയി, നല്ലോണം തിന്നായിപ്പോയി. അതിലത്തെ വാട്ടർ കണ്ടൻറ്റ് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടി കളറും ഫെയ്ഡായി. പിന്നെ തുണിയുടെ മുകളിലും കടലാസിൻ്റെ മുകളിലൊക്കെ ഒട്ടിയിരുന്നിട്ട് ഒട്ടിപ്പോയി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരും. ബൈ, താങ്ക് യു.